കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മുമ്പെങ്ങും ഇല്ലാത്തിടത്തോളം നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ് കളമൊരുങ്ങാൻ പോകുന്നത്. പരമ്പരാഗതമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ ഐക്യജനാധിപത്യ മുന്നണിയും മാറി മാറി പങ്കിടുന്ന കേരളത്തിൽ ഇത്തവണ ശക്തമായൊരു മൂന്നാം ശക്തിയായി ഭാരതീയ ജനതാ പാർട്ടി തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിലെ വോട്ട് വിഹിതത്തിൽ BJP ഉണ്ടാക്കിയ വലിയ മുന്നേറ്റം കേവലം ഒരു യാദൃശികം മാത്രമല്ല, മറിച്ച് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ആസൂത്രണത്തിൻ്റെയും അതുപോലെ കഠിനാധ്വാനത്തിൻ്റെയും ഫലം കൂടിയാണ്. തദ്ദേശ സ്വയംഭരണ വിഭാഗങ്ങളിൽ അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്ത് BJPയുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തിയിട്ടുമുണ്ട്. കേരളത്തിന് തലസ്ഥാനം ഭരിക്കാൻ ലഭിച്ച ഈ അവസരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുടനീളം താമര വിരിയിക്കാനുള്ള ഊർജ്ജമായിട്ടാണ് പാർട്ടി ഇതിനെ കാണുന്നതും 10 സീറ്റുകളെന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് BJP നടത്തുന്ന നീക്കങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിട്ടുമുണ്ട്. തിരുവനന്തപുരം ജില്ലയാണ് BJP ഇത്തവണ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന പ്രധാന മേഖല. നഗരസഭാ ഭരണത്തിലെ മികവും ജനങ്ങളുമായുള്ള നിരന്തര സമ്പർക്കവും വോട്ടായി മാറുമെന്ന് തന്നെയാണ് നേതൃത്വത്തിൻ്റെയും കണക്കുകൂട്ടൽ. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ BJPക്ക് ഇതിനകം തന്നെ ശക്തമായ അടിത്തറയുമുണ്ട്. ഈ അടിത്തറയെ ഒരു വിജയസൂക്തമാക്കി മാറ്റാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നതും ശ്രമിക്കുന്നതുമെല്ലാം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ അവിശ്വസനീയമായ പോരാട്ടം ഈ മാറ്റത്തിന്റെ സൂചന കൂടിയായിരുന്നു. അദ്ദേഹം തന്നെ ഇത്തവണ നിയമമണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരമായി മാറുകയും ചെയ്യും. നിയമമണ്ഡലം BJPയെ സംബന്ധിച്ചിടത്തോളം എന്നും പ്രിയപ്പെട്ടത് തന്നെയാണ്. കാരണം കേരള നിയമസഭയിൽ BJPയുടെ ആദ്യത്തെ അക്കൗണ്ട് തുറന്നു കൊടുത്തത് ഇതേ മണ്ഡലത്തിൽ നിന്നുകൂടിയാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തന മികവും വികസനത്തിന്റെ കാഴ്ചപ്പാടുകളും യുവജനങ്ങളുമായും മധ്യവർഗത്തിനെയും ഒരുപോലെ ആകർഷിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴിതാ സംസ്ഥാന പ്രസിഡന്റായി നിൽക്കുമ്പോഴും അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം ഒരു വിഭാഗം യുവജനങ്ങളെയും അതുപോലെ മധ്യവർഗത്തെയും ഒരുപോലെ ആകർഷിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ച് സാങ്കേതിക മേഖലയിലും വികസന പ്രവർത്തനങ്ങളിലും അദ്ദേഹം പുലർത്തുന്ന താല്പര്യങ്ങളും അതുപോലെ കേരളത്തിലെ വോട്ടർമാരുടെ വലിയ സ്വാധീനം ചെലുത്തുന്നുമുണ്ട്. സ്ഥാനാർത്ഥി നയത്തിൽ ഇത്തവണ BJP വലിയ ഗൗരവമായാണ് കാണുന്നതെല്ലാം. പ്രമുഖ നേതാക്കളെ തന്നെ മത്സരത്തിനിറക്കി മണ്ഡലങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെല്ലാം. വി മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിക്കുന്നത് മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെയുള്ള പോരാട്ടമായിട്ടാണ് BJP ഉയർത്തിക്കാട്ടുന്നത്. IT മേഖലയിലെ വികസനവും നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനവും പ്രധാന ചർച്ചാ വിഷയങ്ങളാവുകയും ചെയ്യും. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ് എത്തുമെന്നതോടെ മണ്ഡലത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിനെല്ലാം ചൂട് പിടിക്കുകയും ചെയ്യും. വട്ടിയൂർക്കാവിൽ മുൻ DGP R ശ്രീലേഖയുടെ സാന്നിധ്യം ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കമിടുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഉയർന്ന ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവർക്കുള്ള സ്വീകാര്യതയും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാടുകളും വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് തന്നെയാണ് BJP കണക്കുകൂട്ടുന്നത്. ഇത്തരം പ്രമുഖരായ വ്യക്തിത്വങ്ങളെ സ്ഥാനാർത്ഥികളാക്കുന്നതിലൂടെ BJP ലക്ഷ്യമിടുന്നത് രാഷ്ട്രീയത്തിന് അപ്പുറമുള്ളൊരു ജനകീയ പിന്തുണ കൂടിയാണ്. ഇതൊന്നും കൂടാതെ ചില സെലിബ്രിറ്റികളെയും ഇവരിതാ മത്സരരംഗത്തേക്ക് ഇറക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഉണ്ണിമുകുന്ദൻ്റെ പേര്, അതുപോലെ ജയറാമിൻ്റെ പേര്, ദേവന്റെ പേരൊക്കെ ഉയർന്ന് കേൾക്കുന്നുമുണ്ട്. മധ്യ കേരളത്തിലും BJP വലിയ മുന്നേറ്റമാണ് പ്രതീക്ഷ വയ്ക്കുന്നത്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ തരംഗം ഇത്തവണ കായംകുളത്ത് ആവർത്തിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. സാധാരണക്കാരോടും സ്ത്രീകളോടും നേരിട്ട് സംവദിക്കാനുള്ള അവരുടെ കഴിവും പോരാട്ട വീര്യവും കായംകുളത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അട്ടിമറിക്കാൻ പ്രാപ്തമാണെന്നാണ് BJP കരുതുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ശോഭാ സുരേന്ദ്രൻ വഹിച്ച പങ്ക് വളരെ വലുത് തന്നെയാണ്. കടലോല മേഖലയിലെ വോട്ടർമാരെയും കൃഷിക്കാരെയും ഒപ്പം നിർത്താൻ പ്രത്യേക പ്രചരണ പരിപാടികളാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ BJPക്ക് നേരത്തെ തന്നെ ശക്തമായ സ്വാധീനമുണ്ട്. പാലക്കാട് നഗരസഭയിലെ ഭരണവും അവിടെ കൈവരിച്ച വികസന നേട്ടങ്ങളും ഉയർത്തിക്കാട്ടിയാണ് ഇത്തവണ പാർട്ടി വോട്ട് ചോദിക്കുന്നത്. മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ തന്നെ പാലക്കാട് മത്സരത്തിന് ഇറങ്ങുന്നത് മണ്ഡലം പിടിച്ചെടുക്കാനുള്ള പാർട്ടിയുടെ ഉറച്ച തീരുമാനത്തെ കണക്കാക്കുന്നുമുണ്ട്. കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ ഇവിടെ അല്പം വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ടത്. അന്ന് കൈവിട്ട വിജയം ഇത്തവണ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് സുരേന്ദ്രൻ ലക്ഷ്യം. അന്നവിടെ ഏതാണ്ട് 3000-ൽ പരം വോട്ടുകൾക്കാണ് ഈ ശ്രീധരൻ പരാജയപ്പെടുന്നതെങ്കിൽ അന്ന് ഷാഫി പറമ്പിൽ ജയിക്കുകയും ചെയ്തെങ്കിൽ ഇത്തവണ അത് വിജയിച്ചെടുക്കുക എന്നുള്ളതാണ് K സുരേന്ദ്രൻ്റെ പ്രധാന ലക്ഷ്യം. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ നിലനിൽക്കുന്ന ആരോപണങ്ങൾ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിൽക്കുന്ന സ്ത്രീ വിഷയങ്ങളിലെ ആരോപണങ്ങളും ഭരണവിരുദ്ധ വികാരവും BJPക്ക് അനുകൂലമായ സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ശക്തമായ സംഘടനാ സംവിധാനമുള്ള പാലക്കാട് സുരേന്ദ്രന്റെ വരവ് വലിയ ആവേശമാണ് പ്രവർത്തകർക്കിടയിലും ഉണ്ടാക്കിയിരിക്കുന്നത്. BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ കേവലം സ്ഥാനാർത്ഥികൾ മാത്രം ഒതുങ്ങുന്നല്ല. മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം കേരളത്തിന്റെ ഓരോ ബൂത്തിലും എത്തിക്കാനുള്ള ശ്രമങ്ങൾ സജീവമായി തന്നെ നടക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ കിസാൻ സമ്മാൻ നിധി, ആയുഷ്മാൻ ഭാരത്, സൗജന്യ റേഷൻ പദ്ധതികൾ തുടങ്ങിയവ കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. സംസ്ഥാന സർക്കാർ കേന്ദ്ര പദ്ധതികൾ സ്വന്തം പേരിൽ അവതരിപ്പിക്കുന്നെന്ന പരാതി ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് BJP ശ്രമിക്കുന്നത്. വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് കേരളത്തോട് യാതൊരു വിവേചനവും ഇല്ല എന്നും എന്നാൽ സംസ്ഥാന സർക്കാർ ഇത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുമാണ്
ഇങ്ങനെയുള്ള വാദങ്ങളാണ് BJP ശക്തമായി ഉയർത്തിക്കൊണ്ടുവരുന്നത്. സാമുദായിക ഏകീകരണമാണ് BJP പയറ്റുന്ന മറ്റൊരു പ്രധാനമായ തന്ത്രം. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ അടുപ്പം വർദ്ധിപ്പിക്കാൻ പാർട്ടി വലിയ ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട്. വിവിധ സഭാ മേലധ്യക്ഷന്മാരുമായി കേന്ദ്ര നേതാക്കൾ നടത്തുന്ന ചർച്ചകളെല്ലാം ഇതിന്റെ ഭാഗം കൂടിയാണ്. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്കകൾ പരിഹരിക്കാനും അവരെ വികസനത്തിന്റെ ഭാഗമാക്കാനും BJP നടത്തുന്ന നീക്കങ്ങൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ വോട്ടായി മാറുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഹിന്ദു വോട്ടുകളുടെ ഏകീകരണത്തോടും, അതായത് ഹിന്ദുത്വ വോട്ടുകളും അതുപോലെ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണത്തോടൊപ്പം തന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സബ്കാ സൗത്ത് സബ്കാ വികാസ് എന്ന നയമാണ് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് BJPയുടെ ഏറ്റവും വലിയ കരുത്തും. വർഷങ്ങളായി രണ്ട് മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും കേരളത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹാരമാകുന്നില്ല എന്ന പരാതി വ്യാപകമായി തന്നെ ഉണ്ടാകുന്നുമുണ്ട്. അഭ്യസ്തവിദ്യരായ യുവാക്കളുടെ തൊഴിലില്ലായ്മ, അതുപോലെ കർഷക മേഖലയിലെ തകർച്ച, സാമ്പത്തിക പ്രതിസന്ധി എന്നിവ ഉയർത്തിക്കാട്ടി തന്നെയാണ് BJP ജനങ്ങളെ സമീപിക്കുന്നത്. കേന്ദ്രത്തിൽ BJP ഭരിക്കുമ്പോൾ കേരളത്തിലെ BJPയുടെ സാന്നിധ്യം ഉണ്ടായാൽ മാത്രമേ സംസ്ഥാനത്തിന് വലിയ വികസന പദ്ധതികൾ കൊണ്ടുവരാൻ സാധിക്കൂ എന്ന വികാരം ജനങ്ങൾക്കിടയിൽ വളർത്താൻ BJPക്ക് സാധിച്ചിട്ടുമുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി നടത്തിയ വൻ വിജയം BJPക്ക് നൽകിയ സന്ദേശം വളരെ വലുത് തന്നെയാണ്. വികസനവും വ്യക്തിപ്രഭാവവും ഒത്തുചേർന്നാൽ കേരളത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് തൃശ്ശൂർ തെളിയിച്ചതാണ്. അതേ പാത പിന്തുടർന്ന് ബാക്കിയുള്ള 10 മണ്ഡലങ്ങളിലും ജനകീയരായ സ്ഥാനാർത്ഥികളെ ഇറക്കാൻ തന്നെയാണ് BJP ഒരുങ്ങുന്നത്. സ്ഥാനാർത്ഥികളുടെ പ്രവർത്തന മികവും ജനങ്ങളുമായുള്ള ബന്ധവും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രധാന ഘടകമായി മാറുകയും ചെയ്യും. താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ സജ്ജരാക്കാൻ ബൂത്ത് വിജയ് അഭിയാൻ പോലുള്ള പദ്ധതികൾ BJP വിജയകരമായി നടപ്പാക്കി വരിക കൂടിയാണ്. ഓരോ ബൂത്തിലും കൃത്യമായ വോട്ട് കണക്കുകൾ വെച്ചുകൊണ്ടാണ് അവിടുത്തെ കണക്കുകളെല്ലാം ശേഖരിക്കുകയും BJPയിലേക്ക് വരാൻ സാധ്യതയുള്ള വോട്ടർമാരെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പോഴത്തെ BJP മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. പ്രചരണ രംഗത്ത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗവും BJP വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. യുവതലമുറയെ ലക്ഷ്യമിട്ട കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളും അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ പോരായ്മകളും വ്യക്തമാക്കുന്ന വീഡിയോകളും പോസ്റ്റുകളും തയ്യാറായി വരികയും ചെയ്യുന്നു. അതിലെടുത്ത് പറയേണ്ടത് സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ കത്തിച്ചു നിർത്താനും തരംഗമാക്കി നിർത്താനുമാണ് BJP ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാജ പ്രചരണങ്ങളെ ചെറുക്കാനും പാർട്ടിയുടെ ശരിയായ നിലപാടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും പ്രത്യേക സെല്ലുകൾ തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട്. കേരളത്തിലെ ഓരോ വോട്ടറെയും ഫോണിലൂടെയും നേരിട്ടും ബന്ധപ്പെടാനുള്ള വിപുലമായ ശൃംഖല ഇപ്പോഴത്തെ BJP കെട്ടിപ്പടുത്തിട്ടുമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മറ്റൊരു പ്രധാന വെല്ലുവിളി എന്നത് LDFും UDFും തമ്മിലുള്ള രഹസ്യ ധാരണയാണെന്നാണ് BJP ആരോപിക്കുന്നത്. BJP തോൽപ്പിക്കാൻ ഇരു മുന്നണികളും വോട്ടുകൾ മറിക്കുന്നുവെന്നാണ് പ്രധാനമായ ആരോപണവും. ഈ നീക്കത്തെ ജനങ്ങൾക്കിടയിൽ തുറന്നു കാട്ടാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ലഭിച്ച വോട്ടുകളെല്ലാം പലയിടത്തും അട്ടിമറിക്കപ്പെട്ടുവെന്നും എന്നാൽ ഇത്തവണത്തെ ജനങ്ങൾ ഇതിന് മറുപടി നൽകുമെന്നും BJP നേതൃത്വം വിശ്വസിക്കുന്നുമുണ്ട്. BJP ഉയർത്തുന്ന മൂന്നാം ബദൽ എന്നത് കേവലം രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രമല്ല, മറിച്ച് കേരളത്തിൻ്റെ അതിജീവനത്തിലുള്ള അനിവാര്യതയാണെന്നാണ് പാർട്ടി വാദിക്കുന്നത്. 10 സീറ്റുകൾ എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു തുടക്കം മാത്രമാണ്. ഈ ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചാൽ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ശക്തിയായി BJP മാറുകയും ചെയ്യും. തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ നീളുന്ന മണ്ഡലങ്ങളിൽ BJPക്ക് ഇന്ന് വ്യക്തമായ വോട്ട് വിഹിതവുമുണ്ട്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിലും അതുപോലെ പാലക്കാട് ജില്ലയിലെ പാലക്കാട്, മലമ്പുഴ മണ്ഡലങ്ങളിലും തൃശ്ശൂരിലെ ചില മണ്ഡലങ്ങളിലും BJP വലിയ രീതിയിൽ വിജയപ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത്. സ്ഥാനാർത്ഥി നിർണയവും അതുപോലെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രചരണത്തിന്റെ അവസാന ഘട്ടം വരെ കൃത്യമായ പ്ലാൻ BJP തയ്യാറാക്കിയിട്ടുമുണ്ട്. കേന്ദ്രത്തിൽ മോദി സർക്കാർ നടപ്പിലാക്കുന്ന വലിയ പദ്ധതികൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു BJP സാന്നിധ്യം നിയമസഭയിൽ ആവശ്യമാണെന്ന ചിന്ത ക്രമേണ വോട്ടർമാരിലേക്ക് പടർന്നിട്ടുമുണ്ട്. ഇത് BJPക്ക് അനുകൂല തരംഗം സൃഷ്ടിക്കുകയും ചെയ്യും. സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തെ രക്ഷിക്കാൻ കേന്ദ്രത്തിന്റെ സഹായം അത്യാവശ്യമാണെന്നും ഇത് BJP പ്രാവർത്തികമാക്കാൻ BJPക്ക് മാത്രമേ കഴിയൂവെന്നും പാർട്ടി പറയുന്നത് വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്രം കാണിക്കുന്ന വേഗത കേരളത്തിൽ നടപ്പാക്കണമെങ്കിൽ ഇവിടെയും രാഷ്ട്രീയ മാറ്റം വേണം എന്ന് തന്നെയാണ്. BJPയുടെ ആവർത്തിച്ച് പറയുന്ന പ്രധാന കാരണം കേന്ദ്രത്തിന് ലഭിക്കുന്ന എല്ലാ സഹായങ്ങളും കൃത്യമായി കേരളത്തിൽ ലഭിക്കണമെങ്കിൽ അത് BJP കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. BJP ആണ് കേന്ദ്രം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി കേന്ദ്രത്തെ അറിയിക്കാനും കണക്കുകൾ കൃത്യമായി നൽകാനും അത് BJPക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ BJP തന്നെ കേരളത്തിൽ ഉണ്ടാകണമെന്നും രാഷ്ട്രീയ മാറ്റം വേണമെന്നുമാണ് BJP ആവശ്യപ്പെടുന്നത്. ചുരുക്കത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ 3 മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ പോരാട്ടം കൂടിയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് വളർച്ചയുടെയും ചുവടുവെപ്പിൻ്റെയും വലിയ ഘട്ടം കൂടിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കണ്ട ആവേശം കേരളത്തിലെ മറ്റു ഭാഗങ്ങളിലേക്കും പടർത്താൻ പാർട്ടിയുടെ തന്ത്രങ്ങൾ സാധിക്കുമോ എന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാക്കുകയും ചെയ്യും. 10 സീറ്റുകളെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ രാജീവ് ചന്ദ്രശേഖർ, K. സുരേന്ദ്രൻ, V. മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ നയിക്കുന്ന ഈ പോരാട്ടം കേരള രാഷ്ട്രീയത്തിൽ ഒരു സുവർണ്ണ അധ്യായമായി മാറുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇത്
വലിയ തരത്തിൽ BJPക്കാർ ആഗ്രഹിക്കുന്നുമുണ്ട്. മാറ്റത്തിന്റെ കാറ്റാണ് കേരളത്തിൽ വീശുന്നതെന്നും അത് താമര വിരിയിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കുമെന്നും വിശ്വസിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകർ ഇത്തവണ BJPയെ കുറച്ചു കാണാനും തയ്യാറല്ല. വോട്ടെണ്ണി കഴിയുമ്പോൾ കേരളം ആർക്കൊപ്പം നിൽക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയും വരും.